ഹലോ. ഇന്ന് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. ഞാനൊരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ കറി വെക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അമ്മയാണ് പറഞ്ഞത് വെണ്ടയ്ക്ക തീയൽ വെക്കാമെന്ന്. ഒരു തേങ്ങ മൊത്തം എടുത്തു കേട്ടോ, നമ്മുടെ തീയൽ വെക്കാൻ വേണ്ടിയിട്ട്. പാത്രം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് തീ ഒന്ന് പതിയെ കുറച്ച് വെച്ചു. ഇനി നമുക്ക് ഇളക്കി ഇളക്കി അതങ്ങോട്ട് വറുത്തെടുക്കാം. അപ്പോഴത്തേക്കും ദേ അമ്മ വെണ്ടയ്ക്കയും സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുത്തു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിൻ്റെ പുറത്തോട്ടങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ദാ ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ദാ അവിടെ ഇരിക്കട്ടെ ഇച്ചിരി നേരം. അതെ, അമ്മ ദേ ഇവിടെ തേങ്ങ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ തീയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ദാ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. തേങ്ങ നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു, ഇച്ചിരി ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തൊപ്പിയൊക്കെ അങ്ങ് വെച്ചു. പിന്നെ ഞങ്ങൾ ചെറിയ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ദേ നമ്മുടെ വെണ്ടയ്ക്ക് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി നിരത്തിയിട്ട് കൊടുക്കാം. ഇച്ചിരി നേരം നിരത്തിയിട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതിയെ അതൊന്ന് മൂടി വെക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം അടുപ്പത്തിരിക്കുന്ന വെണ്ടയ്ക്കയിലോട്ട് ആ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് തീയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്.